പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെ തുറന്ന് വഞ്ചിക്കുന്നവരാണ് ഏറ്റവും അപകടകരം എന്ന് നമ്മൾ കരുതും. പക്ഷേ ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയത് മറ്റൊന്നാണ്. നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നവരാണ് മനസ്സിനെ ആദ്യം ആക്രമിക്കുന്നത്. അവരകന്നു പോകില്ല, ശബ്ദമുണ്ടാക്കില്ല, പക്ഷേ നിങ്ങളുടെ ആത്മവിശ്വാസം പതുക്കെ കുറയ്ക്കും. നിങ്ങളുടെ വിജയത്തിൽ അസ്വസ്ഥരാകും. നിങ്ങളെ ചെറുതാക്കുന്ന തമാശകൾ സാധാരണമാക്കും. ഈ വീഡിയോ നിങ്ങളെ ആരെയും വെറുക്കാൻ പഠിപ്പിക്കാനല്ല, നിങ്ങളെ മാനസികമായി തകർക്കുന്നതിന് മുൻപ് അത്തരം ആളുകളെ തിരിച്ചറിയാൻ സഹായിക്കാനാണ്. നിങ്ങൾ ഇതിനകം അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ കേൾക്കുമ്പോൾ പൊരുത്തപ്പെടുന്നുവെങ്കിൽ അത് യാദൃശ്ചികമല്ല. അതാണ് ചാണക്യൻ പറഞ്ഞ ജാഗ്രത. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെ മാനസികമായി ആക്രമിക്കുന്നതിന് മുൻപ് വ്യാജ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചാണക്യൻ ചിന്തകളാണ്. ഒന്നാമത്തെ സൂചന ഇതാണ്: നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ ആത്മവിശ്വാസം കൂടുമ്പോൾ, ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾക്ക് സ്വാഭാവികമായി സന്തോഷം നൽകുമ്പോൾ, അവർ തുറന്നെതിർക്കുകയോ നേരിട്ട് വിമർശിക്കുകയോ ചെയ്യില്ല. പക്ഷേ അവരുടെ പ്രതികരണങ്ങളിൽ പതുക്കെയൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. മുമ്പ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച അതേ ആളുകൾ ഇപ്പോൾ മങ്ങിച്ചിരിക്കും. അഭിനന്ദനങ്ങൾ നിർബന്ധിതമായതായി തോന്നും. നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഷയം മാറ്റാൻ അവർ ശ്രമിക്കും. ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ വളർച്ചയിൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നുവെന്ന് ഭയപ്പെടില്ല. എന്നാൽ വ്യാജ സുഹൃത്ത് നിങ്ങളെ പരാജയപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കില്ല, കാരണം അത് അവനെയും ദുർബലനാക്കും. പക്ഷേ നിങ്ങളെ കടന്നുപോകുന്നതും അവൻ്റെ അഹങ്കാരം സഹിക്കില്ല. അതിനാലാണ് അവർ തുറന്ന് ആക്രമിക്കാതെ ചെറിയ വാക്കുകളിലൂടെയും അവഗണനയിലൂടെയും നിങ്ങളുടെ ആത്മവിശ്വാസം പതുക്കെ തിന്നു തുടങ്ങുന്നത്. നിങ്ങൾ തന്നെ ഞാൻ മാറിയതാണോ എന്ന് സംശയിക്കാൻ തുടങ്ങുന്നത്ര. ഇത് അസൂയയുടെ തുറന്ന രൂപമല്ല, മറിച്ച് നിശബ്ദമായ മാനസിക ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ ഈ സൂചന ആദ്യം തന്നെ തിരിച്ചറിയുന്നത് നിങ്ങളെ വലിയ വേദനയിൽ നിന്ന് രക്ഷിക്കും. രണ്ടാമത്തെ സൂചന ഇതാണ്: ആദ്യം അവർ വളരെ കരുതലുള്ളവരായി തോന്നും. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും അവർക്ക് വലിയ താല്പര്യമുണ്ടെന്ന് പോലെ പെരുമാറും. എന്നാൽ ആ താല്പര്യം നിങ്ങളെ പിന്തുണയ്ക്കാനല്ല, നിങ്ങളെ വായിക്കാനാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, അടുത്ത നീക്കം എന്താണ്, ആരെയൊക്കെയാണ് വിശ്വസിക്കുന്നത്, എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്, ഇതെല്ലാം അവർ പതുക്കെ സ്വാഭാവികമായി ചോദിച്ചു തുടങ്ങും. നിനക്കായി ചോദിക്കുന്നതാണ് എന്ന പേരിൽ. ചാണക്യൻ പഠിപ്പിച്ചത് ഇതാണ്: വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഒരാളെ നിയന്ത്രിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വ്യാജ സുഹൃത്ത് ആദ്യം നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളും ദുർബലതകളും ശേഖരിക്കും. നിങ്ങൾ തുറന്നു പറയുമ്പോൾ അവർ കേൾക്കും, തലകുനിക്കും, ഉപദേശം പോലും നൽകും. പക്ഷേ അതേസമയം അവരുടെ സ്വന്തം പദ്ധതികളും യഥാർത്ഥ ഉദ്ദേശങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കും. കാരണം അവർക്ക് നിങ്ങളോട് തുറന്നിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ തുറക്കാനാണ് അവരുടെ ലക്ഷ്യം. പിന്നീട് നിങ്ങൾ എന്തെങ്കിലും തീരുമാനത്തിൽ പാളുമ്പോൾ, അല്ലെങ്കിൽ ആത്മവിശ്വാസം കുറയുമ്പോൾ, ആ വിവരം നിങ്ങളെതിരെ തന്നെ ഉപയോഗിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. പക്ഷേ അതാണ് മാനസികാക്രമണത്തിൻ്റെ ശാന്തമായ തുടക്കം. അതുകൊണ്ട് തന്നെ എല്ലാം എല്ലാവരോടും പറയുന്നത് ബുദ്ധിയല്ലെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയതാണ്. മൂന്നാമത്തെ സൂചന ഇതാണ്: അവർ നിങ്ങളെ ഒരിക്കലും തുറന്ന് അപമാനിക്കുകയോ നേരിട്ട് താഴെയിറക്കുകയോ ചെയ്യില്ല. പക്ഷേ തമാശ എന്ന പേരിൽ നിങ്ങളെ ചെറുതാക്കുന്നത് പതുക്കെ ഒരു ശീലമാക്കും, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ. ആദ്യം അത് ലഘുവായി തോന്നും. നിങ്ങൾ തന്നെ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറും. കാരണം സൗഹൃദത്തിൽ ഇത്തരം തമാശകൾ സാധാരണമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ സമയം കടന്നുപോകുമ്പോൾ ആ തമാശകൾ നിങ്ങളുടെ കഴിവുകളെയും തീരുമാനങ്ങളെയും വ്യക്തിത്വത്തെയും ലക്ഷ്യമിടുന്നതായി മാറും. നിങ്ങളെ ആത്മവിശ്വാസം കുറഞ്ഞ ഒരാളായി മറ്റുള്ളവർ കാണുന്ന രീതിയിൽ. ചാണക്യൻ പഠിപ്പിച്ചതാണ്: തുറന്ന ആക്രമണം എതിർപ്പുണ്ടാക്കും, പക്ഷേ പരിഹാസവും ചെറുതാക്കലും മനസ്സിനെ അകത്തുനിന്ന് ദുർബലമാക്കും. അതുകൊണ്ട് തന്നെ വ്യാജ സുഹൃത്ത് ഈ മാർഗം തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ പ്രതികരിച്ചാൽ അവരുടനെ തന്നെ ഇത് വെറും തമാശയല്ലേ, നിനക്കിത്ര സെൻസിറ്റീവ് ആവേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞ് പ്രശ്നം നിങ്ങളുടേതാക്കി മാറ്റും. അതുവഴി നിങ്ങൾ തന്നെ നിങ്ങളുടെ വികാരങ്ങളെ സംശയിക്കാൻ തുടങ്ങും. ഇത് തമാശയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളം തകർക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുന്നൊരു മാനസിക പരീക്ഷണമാണ്. നിങ്ങളത് അംഗീകരിച്ചാൽ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ആഴത്തിലുള്ള ആക്രമണം സ്വാഭാവികമായി വരും. ഒരാൾ നിങ്ങളെ തുടർച്ചയായി ചെറുതാക്കുകയും അത് സാധാരണമായി തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാലാമത്തെ സൂചന ഇതാണ്: അവർ നിങ്ങളോട് അടുത്ത് നിൽക്കുന്നത് സൗഹൃദം കൊണ്ടല്ല,
നിങ്ങൾ അവർക്ക് ഉപകാരമുള്ള സമയത്തോളം മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാൻ കഴിയുമ്പോൾ, സഹായിക്കുമ്പോൾ, സമയം ചെലവഴിക്കുമ്പോൾ അവർ സ്നേഹത്തോടെ സമീപിക്കും. നിങ്ങളെ വിലമതിക്കുന്നവരെ പോലെ പെരുമാറും. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, സഹായം ആവശ്യമായപ്പോൾ ആ സാന്നിധ്യം പതുക്കെ ഇല്ലാതാകും. ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ ലാഭം തീർന്നാൽ പല ബന്ധങ്ങളും തണുക്കും. അതുകൊണ്ട് തന്നെ വ്യാജ സുഹൃത്ത് ബന്ധത്തെ ഒരു സൗകര്യമായി മാത്രമാണ് കാണുന്നത്. അവർ നേരിട്ട് ഇപ്പോൾ കഴിയില്ല എന്ന് പറയും, തിരക്കെന്ന പേരിൽ ഒഴിഞ്ഞുമാറും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ ചെറുതാക്കി കാണിക്കും. അതിലൂടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ മടിക്കുന്ന സ്ഥിതിയിലേക്കെത്തും. ഇതൊരു അപ്രതീക്ഷിതമായ മാറ്റമല്ല, മറിച്ച് പതുക്കെ രൂപപ്പെടുന്ന ഒരു മാതൃകയാണ്. നിങ്ങൾ കൊടുക്കുന്നവനായി തുടരുമ്പോൾ ബന്ധം ജീവിക്കും. നിങ്ങൾക്ക് ആവശ്യം വന്നാൽ ബന്ധം മങ്ങും. ഒരാൾ നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓർക്കുകയും നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ കാണാനില്ലാതാകുകയും ചെയ്താൽ അത് സൗഹൃദമല്ല, അത് മാനസികമായി നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ബന്ധമാണ്. 5-ാമത്തെ സൂചന ഇതാണ്: നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ കൂടുതൽ സ്വതന്ത്രനാകുമ്പോൾ, നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാകുമ്പോൾ അവർക്ക് അസ്വസ്ഥത തോന്നിത്തുടങ്ങും. പക്ഷേ അതവർ തുറന്നു കാണിക്കില്ല. മുമ്പ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച അതേ ആളുകൾ ഇപ്പോൾ നിങ്ങളെ പഴയ നിലയിലേക്ക് വലിക്കാൻ ശ്രമിക്കും. നീ മാറിപ്പോയല്ലോ എന്ന വാക്കുകൾ ഉപയോഗിച്ച് കുറ്റബോധം സൃഷ്ടിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത തീരുമാനങ്ങളെ സംശയത്തോടെ ചോദ്യം ചെയ്യും. ചാണക്യൻ പഠിപ്പിച്ചതിതാണ്: ഒരു വ്യക്തി നിങ്ങളുടെ വളർച്ചയിൽ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അവൻ നിങ്ങളുടെ മാറ്റത്തെ പ്രശ്നമായി കാണും. കാരണം നിങ്ങൾ ശക്തനാകുമ്പോൾ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതാണ് അവരുടെ ഭയം. അതിനാലാണ് അവർ നേരിട്ട് ആക്രമിക്കാതെ നിങ്ങളെ തന്നെ സംശയിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ പഴയ പതിപ്പിലേക്ക് മടങ്ങിയാൽ അവർക്ക് വീണ്ടും ആശ്വാസം ലഭിക്കും. ഒരാൾ നിങ്ങളുടെ വളർച്ചയെ ഭീഷണിയായി കാണുകയും നിങ്ങളുടെ മാറ്റത്തെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് സൗഹൃദമല്ല, അത് നിങ്ങളുടെ മാനസിക ശക്തിക്കെതിരായ അവസാന ഘട്ടത്തിലുള്ള ആക്രമണമാണ്. 6-ാമത്തെ സൂചന ഇതാണ്: അവർ നിങ്ങളുടെ മുന്നിൽ ഒരാളായിരിക്കും, പക്ഷെ നിങ്ങളില്ലാത്തപ്പോൾ മറ്റൊരാളായി മാറും. നിങ്ങളുടെ മുഖത്ത് സമ്മതവും പിന്തുണയും കാണിക്കും, പക്ഷെ പിന്നിൽ നിങ്ങളുടെ വാക്കുകളെയും തീരുമാനങ്ങളെയും വളച്ചൊടിച്ച് മറ്റുള്ളവരോട് അവതരിപ്പിക്കും. ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ തുറന്ന ശത്രുവിനേക്കാൾ അപകടകാരി 2 മുഖം കാണിക്കുന്നവനാണ്. കാരണം അവൻ നിങ്ങളെ നേരിട്ട് തകർക്കില്ല, പക്ഷെ നിങ്ങളുടെ പ്രതിച്ഛായയെ പതുക്കെ ദുർബലമാക്കും. നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് അവർ മറ്റൊരർത്ഥത്തിലെത്തിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റുള്ളവരുടെ മുന്നിൽ സംശയമായി മാറും. പിന്നെ ആ സംശയം നിങ്ങളിലേക്കും മടങ്ങിവരും. ഇത് നിങ്ങൾക്ക് ഉടനെ മനസ്സിലാകില്ല, കാരണം അവർ നിങ്ങളുടെ മുന്നിൽ അതേ പഴയ സൗഹൃദ മുഖം തന്നെ കാട്ടും. അതുകൊണ്ട് തന്നെ സംശയം തോന്നുമ്പോഴും നിങ്ങളത് അടക്കാൻ ശ്രമിക്കും. ഒരാൾ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പറയാത്ത രീതിയിലാണെന്ന് പിന്നീട് മനസ്സിലാകുന്നുവെങ്കിൽ അത് സൗഹൃദമല്ല, അത് നിശബ്ദമായി നിങ്ങളെ മാനസികമായി ഒറ്റപ്പെടുത്തുന്ന ഒരു ആക്രമണമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ അറിവ് ആരെയെങ്കിലും വെറുക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ചാണക്യൻ പഠിപ്പിച്ചത് പ്രതികരിക്കാനല്ല, തിരിച്ചറിയാനാണ്. എല്ലാവരെയും പുറത്താക്കേണ്ടതില്ല, ചിലരെ ശരിയായ ദൂരത്ത് നിർത്തുക മതി.